ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ജേണൽ എൻട്രീസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചതല്ലേ. ഇന്ന് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്ന്, പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത്, പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ കുറേ ജേണൽ എൻട്രി എഴുതിയില്ലേ, അതാണ് ഓരോ ക്വസ്റ്റിനിലും ആവശ്യമായ ജേണൽ എൻട്രി. നമ്മൾ എഴുതി വെച്ച മുഴുവനൊന്നും ഒരു ക്വസ്റ്റിനിലേക്ക് വരുന്നില്ല. ഓരോ ക്വസ്റ്റിനിലും ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത്തേത്, കമ്പ്യൂട്ട് ദ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 4 സ്റ്റെപ്പുകൾ. ഒന്ന്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. 2, ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ. അത് ക്വസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും, നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ. മൂന്നാമത്തേത് എന്താണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. നാലാമത്തേത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തേതിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തേത് നമുക്ക് തീർക്കാൻ പറ്റും. പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ച്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അനാലിസിസ് നമ്മൾ പഠിച്ചതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഏത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്ത് ചേഞ്ച് വന്നാലും അത് ഏതിലൂടെ ആയിരിക്കും? കറണ്ട് അസറ്റ് മുഖാന്തരം. കറണ്ട് അസറ്റ് കൂടിയാൽ, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എങ്ങനെയാണത് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ ഷെഡ്യൂളിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നോട്ടിനകത്ത് നിങ്ങൾ കണ്ടില്ലേ ഫോർമാറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എത്ര കോളമുണ്ട്? 1 2 3 4 5 5 കോളം ഉണ്ട്. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം പ്രീവിയസ് ഇയർ, തേർഡ് കോളം കറൻറ്റ് ഇയർ, ഫോർത്ത് കോളം വലുതാണ്. അതിനെ എങ്ങനെയാക്കിയേക്കുന്നു? ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഡിക്രീസ് എന്ന് അങ്ങനെ വരച്ചിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഈ ഷെഡ്യൂളിന് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോയിൻറ്റ്സ് ടു ബി റിമെമ്പർ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പം ഇതുവരെ പറഞ്ഞെന്താണ്? നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മെയിനായിട്ടും 4 സ്റ്റെപ്പ്. 1, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. 2, ലെഡ്ജർ അക്കൗണ്ട്. 3, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. 4, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഒന്നാമത്തേതാണ് ഏത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ്, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, പിന്നെ എന്താണ് ഇൻക്രീസ് ഓർ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പോൾ താഴെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. 1, ആൻ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് കൂടിയാൽ ഏതും കൂടും? വർക്കിംഗ് ക്യാപിറ്റലും കൂടും. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഏതും കുറയും? വർക്കിംഗ് ക്യാപിറ്റൽ. അത് രണ്ടും ഒരേപോലെയാണ് പോകുന്നത്. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഇനി നോക്കിയേ, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. ഇത് നേരെ തിരിച്ചിട്ടാണ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും ഒരേ ഡയറക്ഷനിൽ പോകുന്നു. കറണ്ട് ലയബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റലും ഓപ്പോസിറ്റിൽ പോകുന്നു. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി അടുത്ത പോയിന്റ് നോക്കി. ഇഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദ പീരിയഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി ബിഗിനിങ്, ദ ഡിഫറൻസ് ഈസ് ടേക്കൺ ആസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗിനേക്കാളും if the working capital of the at the end of the period closing working capital ഓപ്പണിംഗ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. അപ്പോൾ നേരെ തിരിച്ചിട്ട് എങ്ങനെയാണ്? ക്ലോസിങ്ങിൽ കുറവും ഓപ്പണിംഗിൽ കൂടുതലും ആണെങ്കിലോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊക്കെ മെമ്മറിയിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് പറയുന്ന
ഓരോ തിയറിയും ശരിക്കും മെമ്മറിയിൽ വെച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാം വളരെ കൃത്യമായിട്ട് തലയിലുണ്ടാവണം. രണ്ടാമത്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൺലി കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റിനകത്ത് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും പരിഗണിക്കുന്നതേ ഇല്ല. മനസ്സിലായോ? അപ്പോൾ ചിലപ്പം ഈ ഷെഡ്യൂൾ മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് തരുന്നതിനകത്ത് ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും ഒക്കെ തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് ഏത് മാത്രം ചൂസ് ചെയ്തെടുക്കുക? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും മാത്രം ചൂസ് ചെയ്തിട്ട് എടുക്കണം. ഇനി കറണ്ട് അസറ്റ് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? അഡീഷണൽ ഇൻഫോർമേഷൻ ആൻഡ് നോൺ കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി അഡീഷണൽ ഇൻഫോർമേഷനൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കറണ്ട് അസറ്റ് മേ ബി ഷോൺ ഐദർ അറ്റ് ഗ്രോസ് വാല്യൂ ഷോയിങ് പ്രൊവിഷൻസ് ആസ് കറണ്ട് ലയബിലിറ്റീസ് ഓർ അറ്റ് നെറ്റ്, അത് ഗ്രോസ് വാല്യൂയിലോ നെറ്റ് വാല്യൂയിലോ നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അഡീഷണൽ ഇൻഫോർമേഷൻസോ അതുപോലെ തന്നെ നോൺ കറണ്ട് അസറ്റോ നോൺ കറണ്ട് ലയബിലിറ്റിയോ നമ്മൾ പരിഗണിക്കുന്നതേ ഇല്ല. പിന്നെ ഇയർ എൻഡിലെ വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ബിഗിനിങ് പീരീഡിനേക്കാളും കൂടി നിൽക്കുകയാണെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2018 and 19 യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. 2018-19 ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. അതുപയോഗിച്ചിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നോക്കിയേ, 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? അതിനകത്ത് അത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തു മാത്രമേ വേണ്ടൂ? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും. അപ്പോൾ തന്നേക്കുന്നതിനകത്തെ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഷെയർ ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല, അത് ഫിക്സഡ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മളിതിനകത്ത് പരിഗണിക്കുന്നില്ല, അതും കറണ്ട് ലയബിലിറ്റി അല്ല. ഡിബെഞ്ചേഴ്സ് അത് ലോങ് ടൈം ആണ്, അതും പരിഗണിക്കുന്നില്ല. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് 2 ഐറ്റമേ ഉള്ളൂ കറണ്ട് ലയബിലിറ്റി ആയിട്ട്. ഇനി കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പ്ലാന്റ് ആൻഡ് മെഷീനറി കറണ്ട് ആണോ? ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടൈം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് കറണ്ട് അല്ല. പിന്നെ ഡെപ്റ്റേഴ്സ് കറണ്ട് ആണ്. പിന്നെ ഏതാ ഉള്ളത്? സ്റ്റോക്ക് കറണ്ടാണ്. ക്യാഷ് ആൻഡ് ബാങ്ക് കറണ്ടാണ്. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മളിതിനകത്ത് പരിഗണിക്കത്തില്ല. അപ്പോൾ കറണ്ട് അസറ്റായിട്ട് ഏതൊക്കെയുണ്ട്? ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ്. ഈ 3 കറണ്ട് അസറ്റായിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിനകത്തെ കറണ്ട് അസറ്റ് ഏതൊക്കെ, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയെന്ന് മാർക്ക് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ഷെഡ്യൂൾ വരയ്ക്കുന്നു. പർട്ടിക്കുലേഴ്സ് പ്രീവിയസ് കറണ്ട് ഇയർ എന്നല്ല, അപ്പോൾ പ്രീവിയസ് 2018, കറണ്ട് ഇയർ 2019. പിന്നെ അതിൻ്റെ മെയിൻ ഹെഡിങ്, അടുത്ത കോളത്തിൻ്റെ മെയിൻ ഹെഡിങ് എങ്ങനെയാണ്? ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ആ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഇൻക്രീസ് എന്നും ഡിക്രീസ് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ എഴുതുന്നതെന്ന്. അല്ലെങ്കിൽ നമ്പർ 1 കറണ്ട് അസറ്റ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് കറണ്ട് അസറ്റിൽ ഒന്നാമത്തേത് ഏതാ? കറണ്ട് അസറ്റിൽ ഒന്നാമത്തേത് ഡെപ്റ്റേഴ്സ് എന്ന് എഴുതി. 2018 ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 75,000. 2019 എത്രയാണ്? 1,00,000. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2018 75,000, 2019 1,00,000. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? 18 75,000 ഉണ്ടായിരുന്നത് 2019 ആയപ്പോഴേക്കും 1,00,000 ഇൻക്രീസ് അല്ലേ? അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ ആ ഇൻക്രീസ് എമൗണ്ട് കാണിക്കുക. എത്ര ഇൻക്രീസ് ചെയ്തേക്കുന്നത്? 25,000 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ 25,000 എന്ന് എഴുതുക. മനസ്സിലായോ? ഡെപ്റ്റേഴ്സ് 2018 എമൗണ്ട്, 2019 എമൗണ്ട്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് കോളത്തിൽ. ഇവിടെ 25,000 രൂപ ഇൻക്രീസ് ചെയ്തേക്കുന്നു, അത് നമ്മൾ ഇൻക്രീസ് കോളത്തിൽ കാണിച്ചു. ഇനി അടുത്ത കറണ്ട് അസറ്റ് ഏതാണ്? സ്റ്റോക്ക് 2018 1,20,000 ഉണ്ടായിരുന്നു. 2019 ആയപ്പോൾ അത് 1,00,000 കുറഞ്ഞു. ഡിക്രീസ് അല്ലേ? അപ്പോൾ ആ ഡിഫറൻസിനെ എവിടെ കാണിക്കണം? ഡിക്രീസ് കോളത്തിൽ കാണിക്കണം. എത്ര? 20,000.
പിടികിട്ടിയോ? എളുപ്പമല്ലേ? ഇനി അടുത്ത ഏതാണ്? ക്യാഷ്. 2018 60,000 ഉണ്ടായിരുന്നു. 2019 ആയപ്പോഴേക്കും അത് 85,000 എത്ര കൂടി? 25,000 കൂടി. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ എത്ര കാണിക്കണം? 25,000 കാണിക്കണം. ഇത്രയും ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ കറണ്ട് അസറ്റും പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും എഴുതുക. അതിൻ്റെ ഡിഫറൻസ് നോക്കുക. ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് കോളത്തിൽ എഴുതുക. വളരെ സിമ്പിളാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യുക. ഏതൊക്കെയാണ് ടോട്ടൽ ചെയ്യേണ്ടത്? പ്രീവിയസും കറണ്ടും മാത്രം ടോട്ടൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം പ്രീവിയസ് ഇയർ ടോട്ടൽ 2,55,000 ഉണ്ട്. കറണ്ട് ഇയർ ടോട്ടൽ 2,85,000. ടോട്ടൽ എ എന്ന് പറഞ്ഞത് അവിടെ കിടക്കട്ടെ. പിടികിട്ടിയല്ലോ? ഇനി നമ്മൾ ഹെഡിങ് കൊടുക്കുക. ബി എന്താണ്? കറണ്ട് ലയബിലിറ്റീസ്. 2 കറണ്ട് ലയബിലിറ്റിയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത് അല്ലേ? ഒന്നാമത്തേത് ക്രെഡിറ്റേഴ്സ്. 2018 എത്രയുണ്ട്? 1,80,000. 2019 2,50,000. അപ്പോൾ 2 എമൗണ്ടും 2 കോളത്തിൽ എഴുതുക. ഇൻക്രീസ് ആണ് അല്ലേ? എത്രയാണ് കൂടിയേക്കുന്നത്? 1,80,000 നിന്ന് 2,50,000 കൂടി. 70,000 രൂപ കൂടി അല്ലേ? 70,000 കൂടി. അപ്പോൾ ഏത് കോളത്തിലാണ് കാണിക്കേണ്ടത്? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് കോളത്തിൽ തന്നെ എഴുതും. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ഏത് കോളത്തിൽ കാണിക്കണം? ഡിക്രീസ് കോളത്തിൽ. നന്നായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ആ ഇൻക്രീസ് എവിടെയാണ് കാണിക്കേണ്ടത്? ഡിക്രീസ് കോളത്തിൽ. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ അതിനെ എവിടെ കാണിക്കണം? ഇൻക്രീസ് കോളത്തിൽ. മക്കളെ നല്ലപോലെ ശ്രദ്ധിക്കുക. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഇൻക്രീസ് കോളം, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ ഡിക്രീസ് കോളം. അതിന് ഒരു മാറ്റവും ഇല്ല. പോയിൻറ്റ്സ് ടു റിമെമ്പറിനകത്ത് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴിവിടെ വരുന്നത്. കറണ്ട് അസറ്റ് കൂടിയാൽ കൂടിയ കോളത്തിൽ, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കുറഞ്ഞ കോളത്തിൽ. എന്നാൽ കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കുറഞ്ഞ കോളത്തിലും കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ കൂടിയ കോളത്തിലും കാണിക്കണം. ഇവിടെ കറണ്ട് ലയബിലിറ്റി 1,80,000 നിന്ന് 2,50,000 വർദ്ധിച്ചു. ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തതുകൊണ്ട് നമ്മൾ അതിനെ എവിടെ കാണിക്കണം? ഡിക്രീസ് കോളത്തിൽ കാണിക്കണം. മറക്കരുത്. മെമ്മറി നല്ലപോലെ വെക്കുക. നന്നായിട്ട് മനസ്സിലാക്കുക. കറണ്ട് ലയബിലിറ്റി 1,80,000 നിന്ന് 2,50,000 വർദ്ധിച്ചു. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 70,000 ഉണ്ട്. ആ 70,000 നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡിക്രീസ് കോളത്തിൽ. പിടികിട്ടിയോ? ഇനി അടുത്ത കറണ്ട് ലയബിലിറ്റി ഏതായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 35,000 ഉണ്ടായിരുന്നത് 25,000 ഡിക്രീസ് ചെയ്തു. അപ്പം നമ്മൾ പ്രീവിയസിൽ 35,000 എഴുതി, കറണ്ടിൽ 25,000. ഡിക്രീസ് അല്ലേ? അപ്പം കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു. കുറഞ്ഞതിനെ എവിടെ കാണിക്കണം? ഇൻക്രീസ് കോളത്തിൽ കാണിക്കണം. മറക്കരുതേ. നല്ലപോലെ ശ്രദ്ധിക്കുക. കറണ്ട് അസറ്റ് ഒരേ ലെവലിലാണ് പോകുന്നത്. കൂടിയാൽ കൂടിയ കോളത്തിൽ, കുറഞ്ഞാൽ കുറഞ്ഞ കോളത്തിലാണ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കുറഞ്ഞ കോളത്തിൽ, കുറഞ്ഞാൽ കൂടിയ കോളത്തിൽ. അത് മെമ്മറിയിൽ വെക്കുക. അപ്പോൾ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കുറഞ്ഞു. 10,000 രൂപ കുറഞ്ഞു. അത് കൂടി അല്ല, 10,000 രൂപ കുറഞ്ഞതിന് നമ്മൾ എവിടെ കാണിക്കണം? ഇൻക്രീസ് കോളത്തിൽ കാണിക്കണം. 70,000 രൂപ കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് കൂടിയതിനെ നമ്മൾ എവിടെ കാണിച്ചു? ഡിക്രീസ് കോളത്തിൽ. 10,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കുറഞ്ഞതിനെ നമ്മൾ എവിടെ കാണിച്ചു? ഇൻക്രീസ് കോളത്തിൽ കാണിച്ചു. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? ഈ കറണ്ട് ലയബിലിറ്റി എമൗണ്ട് കൂട്ടുക. കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് എത്രയാണ് ഉള്ളതെന്ന് നോക്കിയാൽ ടോട്ടൽ ബി എന്ന് എഴുതിയിട്ട് 2,15,000 2,70,000. തൊട്ട് താഴെ നമ്മൾ എഴുതേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇവിടെ കറണ്ട് അസറ്റ് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. കറണ്ട് ലയബിലിറ്റിക്ക് നമ്മൾ ബി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? വർക്കിംഗ് ക്യാപിറ്റൽ എ മൈനസ് ബി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. ഇവിടെ കറണ്ട് അസറ്റ് എയും കറണ്ട് ലയബിലിറ്റി ബിയെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ മൈനസ് ബി. എയിൽ നിന്നും ബിയെ കുറയ്ക്കുക. എ എത്രയായിരുന്നു? 2,50,000. 2,50,000 നിന്ന് 2,15,000 കുറയ്ക്കുക. ആദ്യം 2018 2,50,000 നിന്ന് 2,15,000 മൈനസ് ചെയ്താൽ എത്രയാണ്? 40,000. ഇനി നോക്കുക, 2019 വന്നേ. 2,80,000 നിന്ന് 2,70,000 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 10,000. മനസ്സിലാവുന്നുണ്ടോ? 2 വർഷത്തെയും കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം വർഷത്തിൽ എ മൈനസ് ബി അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടി? 40,000. രണ്ടാം വർഷം എത്ര കിട്ടി? 10,000 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻക്രീസ് ഡിക്രീസ് കോളങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻക്രീസ് കോളം ടോട്ടൽ ചെയ്യാം. ഇൻക്രീസ് കോളം ടോട്ടൽ ചെയ്താൽ എത്രയുണ്ട്? 25,000 പ്ലസ് 25,000 50,000 60,000 90,000 ഉണ്ട് അല്ലേ? ഡിക്രീസ് കോളം നോക്കിയേ. അതും അല്ല,
ഇൻക്രീസ് കോളത്തിൽ 25,000 പ്ലസ് 25,000 പ്ലസ് 10,000 ഉള്ളൂ അല്ലേ. ആ 30,000 എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇൻക്രീസ് കോളത്തിനകത്ത് ഡെപ്റ്റേഴ്സിൻ്റെ ഇൻക്രീസ് 25,000, ക്യാഷിൻ്റെ ഇൻക്രീസ് 25,000, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഡിക്രീസിൻ്റെ 10,000, അങ്ങനെ ടോട്ടൽ 60,000 ആണുള്ളൂ അല്ലേ. ഇനി ഡിക്രീസ് കോളം നോക്കിക്കേ. ഡിക്രീസ് കോളത്തിൽ സ്റ്റോക്കിൻ്റെ ഡിക്രീസ് 20,000, ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻക്രീസ് 70,000 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടുമ്പം 90,000. നോക്കിയേ, കഴിഞ്ഞ വർഷത്തേതിനെ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും ഡിക്രീസ് കോളമാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലേ. ഡിക്രീസ് കോളം ടോട്ടൽ എത്രയുണ്ട്? 90,000 ഉണ്ട്. ഇൻക്രീസ് കോളം ടോട്ടൽ എത്രയുള്ളൂ? 60,000 ഉള്ളൂ. മനസ്സിലായോ? ഡിക്രീസ് കോളം ടോട്ടൽ 90,000, ഇൻക്രീസ് കോളം ടോട്ടൽ 60,000. അപ്പോൾ അതിനർത്ഥം എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോയി. ഡിക്രീസ് കോളം അല്ലേ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണം ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻക്രീസ് കോളവും ഡിക്രീസ് കോളവും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 60,000 90,000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30,000. മറ്റൊരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? A - B ചെയ്തേക്കുന്നത് നോക്കിക്കേ. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചേക്കുന്നത് 2018 40,000, 2019 30,000 അല്ലേ. A - B എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ടോട്ടൽ നോക്കിക്കേ. 40,000 10,000 അല്ലേ. അവ തമ്മിലുള്ള ഡിഫറൻസും എത്രയാണ്? 30,000. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. രണ്ടും ഒരേ സംഖ്യയായിരിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. A - B ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻക്രീസ് കോളവും ഡിക്രീസ് കോളവും തമ്മിൽ പരിഗണിക്കുന്നതും സെയിം ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, 2018 40,000 ഉണ്ടായിരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ 2019 എത്രയായിട്ട് കുറഞ്ഞു പോയി? 10,000 കുറഞ്ഞു പോയി. എത്ര രൂപ കുറഞ്ഞു? 30,000 രൂപ കുറഞ്ഞു. അതേപോലെ തന്നെ ഇൻക്രീസ് കോളം 60,000വും ഡിക്രീസ് കോളം 90,000 ഉണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസും ഏത് തന്നെയാണ്? 30,000. ആ 30,000 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞതിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തെ കറണ്ട് അസറ്റ് ഏതൊക്കെ, കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയെന്ന് നോക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അസറ്റ് കൂടിയാൽ ഇൻക്രീസ് കോളം, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഡിക്രീസ് കോളം, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ഡിക്രീസ് കോളം, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ഇൻക്രീസ് കോളം. ഇത് മെമ്മറിയിൽ വെച്ചിട്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.